ചിന്തൻ ശിവർ നടന്ന രാജസ്ഥാൻ. ഉദയ്പൂറും ജോധ്പൂറും ഒക്കെയുള്ള ഉദയ്പൂരിൽ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയ ആ രാജസ്ഥാനിൽ അവർക്ക് കഴിഞ്ഞ തവണ അധികാരം നഷ്ടപ്പെട്ടത് അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ്. അതായത് BJP-യുടെ കഴിവ് കൊണ്ടല്ലായിരുന്നു. വസുന്ധരയെ ഒതുക്കാൻ വേണ്ടി അവർ കളിച്ച കളിയിൽ സംഘടനാപരമായി അവർക്ക് ക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ വൻ നഷ്ടം. വസുന്ധര രാജെ പിന്നീട് BJP-ക്ക് വേണ്ടി ഒരു പ്രവർത്തക യോഗങ്ങളിലും പങ്കെടുക്കാതെ അവർ രാഷ്ട്രീയ വനവാസത്തിൽ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മോദി ക്യാബിനറ്റിൽ കേന്ദ്രമന്ത്രിയായി എത്തും എന്ന് വിചാരിച്ചെങ്കിലും അതും സംഭവ്യമായില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് നൽകാത്തതും അവരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാത്തതും ഉൾപ്പെടെയായപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആ പാർട്ടിയിൽ അവർക്ക് പ്രാധാന്യമില്ല, അവരെ ഒരു രീതിയിലും പരിഗണിക്കില്ല എന്നുള്ളത് പൂർണ്ണ വിശ്വാസത്തിലായി. അതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി പല കാര്യങ്ങളിലും രമ്യതയിൽ പോകാൻ വസുന്ധര രാജെ സിന്ധ്യ തീരുമാനിച്ചിരിക്കുന്നത്. ഗോളിയാർ കുടുംബാംഗമാണ് വസുന്ധര രാജെ സിന്ധ്യ. അവരുടെ ബന്ധു കൂടിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ BJP-യുടെ കേന്ദ്രമന്ത്രിയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയും വസുന്ധരയും വൈകാതെ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് BJP നേതൃത്വത്തെ അങ്കലാപ്പിലാക്കുകയാണ്. കാരണം നമുക്കറിയാം, മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് അടിസ്ഥാനപരമായി പ്രതിപക്ഷത്താണ് എന്നുള്ളത് മാത്രമല്ല 35%-ലധികം വോട്ട് ഷെയറുമുണ്ട്. ഈ രണ്ട് സംസ്ഥാനങ്ങളും തിരികെ പിടിക്കാൻ വലിയ കാലതാമസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഈ രണ്ട് മേഖലകളിലും കോൺഗ്രസിന് സാമാന്യം മികച്ച രീതിയിലുള്ള സംഘടനാ ശേഷിയുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ നേതൃത്വം, മികവാർന്ന ഭരണവും മികവാർന്ന രീതിയിലുള്ള പോരാട്ട വീര്യവും കാഴ്ചവെച്ചാൽ മധ്യപ്രദേശിൽ മോഹൻ യാദവും അതുപോലെ തന്നെ രാജസ്ഥാനിൽ അവിടുത്തെ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭജൻലാലും വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ പല കാരണങ്ങളാൽ BJP നേതൃത്വത്തിന് ആശങ്കയേറെ ഉണ്ട്. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP മധ്യപ്രദേശിൽ നിന്നും അട്ടിമറി ജയം നേടിയത് ഒരു മത്സരത്തിലൂടെ അല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ച വഴിവിട്ട സഹായത്തിൽ അവിടെയാണ് BJP നേതൃത്വം താൽക്കാലികമായ ജയം നേടിയെടുത്തത്. പക്ഷെ എല്ലാ കാലത്തും ആ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കരുത് എന്ന് മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, താൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ പോലെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയുടെ നീക്കങ്ങളെ കുറിച്ച് അന്ന് മുതലേ മനസ്സിലാക്കിയതാണ്. മോദിയും അമിത്ഷായും BJP-യെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. എന്നാൽ BJP-യെ കൃത്യമായും ജനങ്ങൾ തേച്ചൊട്ടിക്കുന്ന സമയം വിദൂരമല്ല എന്ന് ദിഗ്വിജയ് സിംഗ് അഭിപ്രായം